53ാമത് ഈദ് അൽ ഇത്തിഹാദ് അവധി ദിനങ്ങളിൽ സൗജന്യ പാർക്കിംഗ് ദുബായ് മെട്രോ സർവീസ് സമയം ദീർഘിപ്പിച്ചു. വരുന്ന തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലാണ് RTA സൗജന്യ പാർക്കിംഗ് അനുവദിക്കുന്നത്. വരുന്ന ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് ദുബായ് മെട്രോയുടെ സമയം 1 മണിക്കൂർ ദീർഘിപ്പിച്ചത്. ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും പുലർച്ചെ 5 മുതൽ രാത്രി 1 മണി വരെയും ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ രാത്രി 1 മണി വരെയും മെട്രോ സർവീസ് നടത്തും. പൊതുചടങ്ങുകൾ നടത്തുമ്പോൾ ഭക്ഷണം പാഴാക്കില്ലെന്ന് സംഘാടകർ ഇനി മുതൽ രേഖാമൂലം ഉറപ്പു നൽകണം. ഇത് സംബന്ധിച്ച് UAE നാഷണൽ ഫുഡ് ലോസ് ആൻഡ് വേസ്റ്റ് ഇനീഷ്യേറ്റീവും വിവിധ വകുപ്പുകളും തമ്മിൽ കരാർ ഒപ്പുവെച്ചു. ആഘോഷങ്ങളിലും വിരുന്നുകളിലും ബാക്കി വരുന്ന ഭക്ഷ്യയോഗ്യമായ വിഭവങ്ങൾ സംഭാവന ചെയ്ത് മാലിന്യം കുറയ്ക്കണമെന്നും നിർദ്ദേശമുണ്ട്. കുവൈത്തിൽ ഇനി മുതൽ പരിഷ്കരിച്ച റെസിഡൻസി നിയമം. പ്രവാസികളുടെ വരവും പോക്കും താമസവും സംബന്ധിച്ച പരിഷ്കരിച്ച റെസിഡൻസി നിയമത്തിനാണ് കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജബൈർ അൽ സബാഹ് അംഗീകാരം നൽകിയത്. ഇതനുസരിച്ച് സന്ദർശക വിസയുടെ കാലാവധി പരമാവധി 3 മാസമായി നിജപ്പെടുത്തിയിട്ടുണ്ട്. കാലാവധി കഴിഞ്ഞാൽ സന്ദർശകർ രാജ്യം വിടേണ്ടതാണ്. അല്ലാത്തപക്ഷം സ്പോൺസർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതായിരിക്കും. രാജ്യത്തെ പ്രവാസികൾക്ക് കുട്ടി ജനിച്ചാൽ ഉടൻ തന്നെ ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അല്ലാത്തപക്ഷം 4 മാസത്തിനുള്ളിൽ കുട്ടിയെ രാജ്യത്തിന് പുറത്ത് കൊണ്ടുപോകേണ്ടി വരും. അനധികൃത താമസക്കാർക്ക് താമസിക്കാൻ ഇടം നൽകുന്നവർ കർശന നടപടികൾ നേരിടേണ്ടി വരുമെന്നും പുതിയ നിയമത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. UAEയിൽ മഴ, താപനിലയിൽ ഗണ്യമായ കുറവ്. ഇന്നലെ അബുദാബി, ഫുജൈറ, റാസൽ ഖൈമ എന്നിവിടങ്ങളിൽ ലഭിച്ച ചെറിയ തോതിലുള്ള മഴയെ തുടർന്നാണ് രാജ്യത്ത് പൊതുവെ താപനിലയിൽ ഗണ്യമായ കുറവുണ്ടായത്. ഇന്ന് രാവിലെ ജബൽ ജയ്സിലെ താപനില 10 ഡിഗ്രി സെൽഷ്യസിൽ താഴെയായിരുന്നു. വരും ദിവസങ്ങളിലും കാലാവസ്ഥ പൊതുവെ പൊടി നിറഞ്ഞതും ഭാഗികമായി മേഘാവൃതവുമായിരിക്കുമെന്നാണ് നിഗമനം. കടലിൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റടിക്കാനും സാധ്യതയുണ്ട്. വരുന്ന തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ചിലയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. UAEയിൽ പെട്രോൾ ഡീസൽ വിലയിൽ നേരിയ കുറവുണ്ടാകാൻ സാധ്യത. രാജ്യത്ത് വരുന്ന മാസത്തേക്കുള്ള ഇന്ധനവില നാളെ പ്രഖ്യാപിക്കാനിരിക്കെയാണ് വില കുറയാൻ സാധ്യതയുണ്ടെന്ന നിഗമനം. ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ചെറിയ തോതിൽ നീങ്ങിയതോടെയാണ് പെട്രോൾ ഡീസൽ വില കുറയാൻ സാധ്യതയുണ്ടെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഷാർജയിലെ മിനി ബസ് അപകടം ഗുരുതരമായി പരിക്കേറ്റ പ്രവാസിയെ വിജയകരമായി രക്ഷപ്പെടുത്തിയതായി ആഭ്യന്തര മന്ത്രാലയം. ഷാർജ അൽസജ മേഖലയിലുണ്ടായ അപകടത്തെ തുടർന്ന് കൂടുതൽ ചികിത്സയ്ക്കായി അൽകാസ്മി ഹോസ്പിറ്റലിലേക്ക് എയർലിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് 29കാരനായ ഏഷ്യൻ വംശജന് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അടിയന്തര പ്രഥമ ശുശ്രൂഷ നൽകി സമയബന്ധിതമായ മെഡിക്കൽ ഇടപെടൽ ഉറപ്പാക്കിയിരുന്നു. ഇതാണ് ജീവൻ രക്ഷിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചതെന്നാണ് റിപ്പോർട്ട്.